ഞാനിത് ഒരു 15 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധൈര്യക്കുറവുമില്ല. നിങ്ങളുടെ ഒരു സമാധാനത്തിന് ഇത് വെള്ളത്തിൽ ചേർത്ത് ഞാൻ കുടിച്ച് കാണിക്കാം. ഇങ്ങനെ ഇത്രയും നശിച്ചു പോയ ഒരു ചെടി വീണ്ടും അത് ആരോഗ്യം പ്രാപിക്കാൻ പ്രയാസമാണ്. പക്ഷേ എൻ്റെ മരുന്നിൻ്റെ മെച്ചം കൊണ്ട് അതെല്ലാം മാറിയിട്ട് ഇത് പുതിയ കായും പൂവും എല്ലാം ഉണ്ടാകുന്നുണ്ട്. ഇതിൽ ധാരാളം മാങ്ങ ഉണ്ടാവും, പക്ഷെ ആ പകുതി കൂടുതലും പുഴു തിന്നു പോവുകയായിരുന്നു. പക്ഷേ എൻ്റെ ഈ മരുന്ന് കണ്ടെത്തിയ ശേഷം ഇത് 1 ലിറ്റർ വെള്ളത്തിൽ വെറും 2 തുള്ളി മതി. തത്തകളൊക്കെ വന്നിരിക്കും, വന്നൊന്ന് കൊത്തി നോക്കും ഈ പഴുത്ത റംബുട്ടാനയിൽ. പക്ഷേ അവർക്ക് തിന്നാൻ പറ്റില്ല. എന്നാൽ ഇത് വിഷവുമല്ല. ഞാൻ നിങ്ങളെ കുടിച്ച് കാണിച്ചല്ലോ. തൊട്ടടുത്ത് അറിയാവുന്ന സുഹൃത്തുക്കളൊക്കെ വെറുതെ ഒന്ന് സാമ്പിൾ നോക്കി പരീക്ഷിച്ച് നോക്കി. അപ്പോൾ അവർക്ക് ഇത് ഗുണമുണ്ട്, ഇത് ഒരു തട്ടിപ്പല്ലെന്ന് മനസ്സിലായി. 130 രൂപയ്ക്ക് വാങ്ങുകയാണെങ്കിൽ 5-6 മാസം ഒരു അടുക്കളത്തോട്ടത്തിന് ഉപയോഗിക്കാൻ പറ്റും. നേരെ നിന്ന കൊമ്പുകൾ ഇതിൻ്റെ ഭാരം കൊണ്ട് താന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാ കൊമ്പുകളിലും ഇതുപോലെ തന്നെ കായ്ച്ച് നിപ്പുണ്ട്. പൂച്ചെടികളിൽ ഒരു പ്രധാന ശത്രുവാണ് ഒച്ച. അപ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ട് മുറയ്ക്ക് തളിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പ്രധാന മെച്ചം എന്താണെന്ന് വെച്ചാൽ തെങ്ങിൻ്റെ മണ്ടയിലോ ഒന്നും കയറേണ്ട കാര്യമില്ല. ഒരാളെ ഇതിൻ്റെ മണ്ടയിൽ കയറ്റി എന്തെങ്കിലും മരുന്ന് പ്രയോഗിക്കണമെങ്കിൽ അത് വലിയ ചിലവ് തന്നെയാണ്. സൈലന്റ് വാലിയുടെ താഴ്വരയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന നീരുറവയാണിത്. ഇതിൽ 1-2 പ്രാവശ്യം കുളിച്ച് കയറുമ്പോൾ നിങ്ങളുടെ ക്ഷീണം എല്ലാം മാറും. ഗസ്റ്റ് പല സ്ഥലങ്ങളിൽ നിന്നും വരും. അവർ കാറിലായിരിക്കും വരിക. കാറിൽ തന്നെ ഇരുന്ന് സ്ഥലം കാണാം, എൻ്റെ കൃഷി രീതികളൊക്കെ കണ്ടു പഠിക്കാം. 10-35 വർഷം പഴക്കമുള്ള ഒരു തറവാട് വീട്ടിൽ വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല സ്ഥലം തന്നെയായിരിക്കും. എൻ്റെ പേര് ആസാദ് ചെറിയാൻ. എൻ്റെ വീട്ടുപേര് ഇല്ലംപള്ളി. പോളയ്ക്കൽ ഒരു ഫാമിലിയുടെ ഒരു ബ്രാഞ്ചാണ് ഈ ഇല്ലംപള്ളി എന്ന് പറയുന്നത്. ഞങ്ങൾ എടത്വാക്കാരാണ്. ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് 45 വർഷമായി. പക്ഷേ എൻ്റെ കുടുംബക്കാർ മലബാർ വയനാടൊക്കെ കയറിയിട്ട് 100 വർഷം കഴിഞ്ഞു. കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് എൻ്റെ ജോലി ഞാൻ പാരിയൻ കമ്പനിയിൽ ചെന്നൈയിൽ അവിടുത്തെ ജോലി ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്നത്. ധാരാളം വെല്ലുവിളികളുണ്ടായിരുന്നു, പക്ഷേ അതിനെല്ലാം അതിജീവിക്കാൻ എനിക്ക് സാധിച്ചു. എൻ്റെ ഈ ചെറിയ തോട്ടം 25 ഏക്കർ മലപ്പുറം ജില്ലയിൽ കരുവാരൂരിൻ്റെ സ്ഥലത്ത് കേരള എസ്റ്റേറ്റ് വില്ലേജിലാണ് എൻ്റെ തോട്ടം. നമുക്ക് പ്രധാനമായിട്ടുള്ളത് 2 മരുന്നുകളാണ്. ഒന്ന് സസ്യസൗഖ്യ, പിന്നെ വെജ് ഗാർഡ്. പച്ചക്കറിക്കായിട്ട് മാത്രം ഞാൻ കണ്ടുപിടിച്ച മരുന്നാണിത്. അപ്പോൾ ഈ പച്ചക്കറികളിൽ ഈ പുഴുക്കളും കീടങ്ങളും ബാധിക്കുമല്ലോ. അതിനെ നിയന്ത്രിക്കാനായിട്ട് കർഷകരും വീട്ടമ്മമാരും വളരെ വിഷമേറിയ രാസ കീടനാശിനികളാണ് ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പല കുഴപ്പങ്ങളുമുണ്ട്. ഇത് ഹോമിയോ മരുന്നാണ്. ഇതിനകത്ത് യാതൊരു വിഷാംശവും ഇല്ല. ഇത് ജൈവ രീതിയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചതാണ്. പ്രകൃതിയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതായതുകൊണ്ട് നമ്മുടെ ശരീരത്തെ ബാധിക്കില്ല, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നില്ല. തുടക്കത്തിൽ ഇവിടെ തൊട്ടടുത്ത് എൻ്റെ പച്ചക്കറി തോട്ടങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി. പിന്നെ തൊട്ടടുത്ത് അറിയാവുന്ന സുഹൃത്തുക്കളൊക്കെ വെറുതെ ഒന്ന് സാമ്പിൾ നോക്കി പരീക്ഷിച്ച് നോക്കി. അപ്പോൾ അവർക്ക് ഇത് ഗുണമുണ്ട്, ഇത് ഒരു തട്ടിപ്പല്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഇത് ക്രമേണ കേരളം മുഴുവനും എനിക്ക് വിൽക്കാൻ സാധിക്കുന്നുണ്ട്. അത് കർഷകർ ഇത് അംഗീകരിച്ച് കഴിഞ്ഞു. വീട്ടമ്മമാർക്ക് ഇതൊരു വലിയൊരു സഹായമായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത്. പച്ചക്കറികളിൽ കീടങ്ങൾ വന്ന് മുട്ടയിട്ട് അത് വംശവർദ്ധന ഉണ്ടാവും. ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ആ വളർച്ചയുടെ സൈക്കിള് നമുക്ക് തടയാൻ പറ്റും. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്രമേണ നശിച്ചോളും. പല കർഷകരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതുകൊണ്ട് കായ്ഫലങ്ങൾ കൂടുമോ എന്ന്. തീർച്ചയായിട്ടും കൂടും. കാരണം രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കായും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഈ രോഗങ്ങളോടുകൂടിയുള്ള കായകൾ കിട്ടിയിട്ടും പ്രയോജനമില്ല. എല്ലാം പുഴുക്കുത്തുകളൊക്കെ ആയിരിക്കും. എപ്പോഴാണ് ഇതിൻ്റെ തളിക്കാൻ തുടങ്ങേണ്ടത്? അതായത് കുറേ വളർന്നു കഴിഞ്ഞിട്ടാണോ തളിക്കേണ്ടത്, അതോ തുടക്കം മുതൽ തളിക്കണോ? എൻ്റെ അനുഭവത്തിൽ ഒരു ഉദാഹരണം പറയാം. ഒരു പയർ വിത്ത് മുളച്ച് വരുമല്ലോ, ഇങ്ങനെ വളഞ്ഞിങ്ങനെ വരുമല്ലോ. അപ്പം തന്നെ ആദ്യത്തെ ആ മുളയ്ക്കുമ്പോൾ തന്നെ ആദ്യത്തെ സ്പ്രേ കൊടുക്കുക. പിന്നെ 4 ദിവസം ഇടവിട്ട് ഒരു 4-5 പ്രാവശ്യം തളിക്കുക. അപ്പോഴത്തേക്ക് 10-16 ദിവസമാകാൻ കഴിയും. അപ്പോൾ ഇത് നല്ല പ്രതിരോധം ഈ മരുന്നുകൊണ്ട് ഈ പച്ചക്കറികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഈ രോഗങ്ങൾ അങ്ങനെ കീടങ്ങൾ ബാധിക്കില്ല. രോഗങ്ങളും അങ്ങനെ ഫംഗസോ ഈ കുമിൾ രോഗങ്ങളോ ഒന്നും ബാധിക്കുന്നില്ല. അതാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. വെജ് ഗാർഡ് 2 പാക്കിങ്ങിൽ വരുന്നുണ്ട്. ഒന്ന് 15 മില്ലിയും 30 മില്ലിയും. ഈ 15 മില്ലി അതിന് 130 രൂപയേ ഉള്ളൂ. 130 രൂപയ്ക്ക് വാങ്ങുകയാണെങ്കിൽ 5-6 മാസം ഒരു അടുക്കളത്തോട്ടത്തിന് ഉപയോഗിക്കാൻ പറ്റും. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 6 തുള്ളി വേണം. 6 തുള്ളി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഒന്ന് ഇളക്കിയ ശേഷം അത് സ്പ്രേ ചെയ്യുക. ഉദാഹരണം പറയുകയാണെങ്കിൽ പയർ മുളച്ചു വരുന്ന അന്ന് സ്പ്രേ ചെയ്യുക.
പിന്നെ 4 ദിവസത്തെ ഇടവേളകളിൽ ഒരു 4-5 പ്രാവശ്യം ചെയ്യുക. അപ്പോൾ ഒരു 10-16 ദിവസം കഴിയും. പിന്നെ ഇത് നല്ല പ്രതിരോധം ഈ പച്ചക്കറികൾക്കുണ്ടാവും. പിന്നെ ആവശ്യം ഉണ്ടെന്ന് തോന്നുക മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ മിക്കവാറും ആവശ്യം വരില്ല, പ്രതിരോധമായി കഴിയും. അപ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് ചെന്നാലും കുഴപ്പമില്ലാത്ത ഒരു മരുന്നാണ് നമ്മളിപ്പോൾ ഇതിന് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്യുന്നത്. മരുന്ന് തളിക്കുമ്പോൾ ഇലകളുടെ അടിയിലും വീഴുന്ന കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ചുവട്ടിലും മണ്ണിലോട്ടും കുറച്ചൊന്ന് കാണിച്ചു കൊടുക്കുക. എന്നാൽ അത് വെയിൽ കൂടെ വേഗം പിടിച്ചെടുത്തോളൂ. 15 വർഷമായിട്ട് ഞാൻ ഈ മരുന്ന് എൻ്റെ തോട്ടത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, പല ആവശ്യത്തിനായിട്ട്. സർക്കാരുകളിൽ നിന്ന് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. ധൈര്യമായിട്ട് കർഷകർക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. പച്ചക്കറി കർഷകർക്ക് മനസ്സിലാവും ഇങ്ങനെ ഇത്രയും നശിച്ചു പോയ ഒരു ചെടി വീണ്ടും അത് ആരോഗ്യം പ്രാപിക്കാൻ പ്രയാസമാണ്. പക്ഷേ എൻ്റെ മരുന്നിൻ്റെ മെച്ചം കൊണ്ട് അതെല്ലാം മാറിയിട്ട് ഇതാ പുതിയ കായും പൂവും എല്ലാം ഉണ്ടാകുന്നുണ്ട്. ഈ ചെടിയിലും കാണാം ഇടയ്ക്ക് മരുന്ന് തളിക്കുന്നത് വിട്ടുപോയി, അപ്പോൾ ഈ കൂടുതൽ ആക്രമിച്ചു. പിന്നെ ഏതായാലും ഈ മരുന്നിൻ്റെ ശക്തി കൊണ്ട് ഈ കായ്കൾ പൂർണ്ണ ആരോഗ്യത്തോടെ വളരാൻ സഹായിച്ചു. മിക്ക അടുക്കളത്തോട്ടങ്ങളിലും ഒരു കറിവേപ്പ് നിർബന്ധമായിട്ടും ഉണ്ട്, വേണം. അപ്പോൾ ഇതിന് പ്രധാന പ്രശ്നം ഈ പുഴുക്കളും കീടങ്ങളും ആക്രമിച്ച് ഇതിൻ്റെ ഇലകളെല്ലാം തിന്നുക പതിവാണ്. പക്ഷേ എൻ്റെ ഈ മരുന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു പ്രശ്നമില്ലാതെ നമുക്ക് കരിവേപ്പില വീട്ടിൽ വളർത്താൻ സാധിക്കും. അതിന് നല്ലൊരു ഉദാഹരണമായി കാണുന്നത് ഇതിനൊന്നും യാതൊരു പ്രശ്നമില്ല, ഒരു പുഴുവും കടിക്കില്ല. ഇതൊരു സ്പെഷ്യൽ കറിവേപ്പിലയാണ്. സാധാരണ ഇതുപോലെ കറിവേപ്പില വളർത്തുമ്പോൾ അതെല്ലാം പുഴുക്കൾ ബാധിച്ച് അതിൻ്റെ കാഷ്ടം നിറയെ ഇലകളിൽ കാണാം. ഇവിടെ അതൊന്നും കാണുന്നില്ല. തക്കാളി വളർത്തണമെന്ന് എല്ലാ വീട്ടമ്മമാർക്കും ആഗ്രഹമുണ്ട്. വളർത്തുമ്പോൾ അതിന് കീടങ്ങൾ ആക്രമിച്ച് തക്കാളിയൊന്നും കിട്ടില്ല. ആദ്യം നല്ലയിടൊന്ന് വളർന്നു വരും, പക്ഷേ കീടങ്ങൾ ആക്രമിച്ച് കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടും. അതിന് പലവിധ രോഗങ്ങളുണ്ടാവും. ഇത് ഇലകളും തണ്ടുകളെല്ലാം തളർന്ന് അത് വീണു പോകും, ചീഞ്ഞു പോകും. എൻ്റെ ഈ മരുന്ന് മുറയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ, വെജ് ഗാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് തക്കാളി വിഷമൊന്നും അടിക്കാത്ത തക്കാളി നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് കഴിക്കാം. പൂച്ചെടികൾ വീട്ടിൽ വളർത്തുന്ന വീട്ടമ്മമാർക്ക് വരുന്ന പ്രധാന പ്രശ്നം ഈ പൂക്കളിലും ചെടികളിലുമൊക്കെ കീടങ്ങൾ ബാധിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ഈ മരുന്ന് അടിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം നമുക്ക് നല്ല വിധത്തിൽ പ്രതിരോധിക്കാൻ സാധിക്കും. പിന്നെ ഈ പൂച്ചെടികളിലെ ഒരു പ്രധാന ശത്രുവാണ് ഒച്ച. രാത്രിയിലാണ് അത് ഇറങ്ങുന്നത്. പകൽ നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണില്ല, പക്ഷേ രാത്രിയിൽ അവന് ഇര തേടി വന്ന് ഇതിൻ്റെ കൂമ്പും ഇലകളും ഒക്കെ തിന്ന് അത് അങ്ങ് ഇറങ്ങി അപ്രത്യക്ഷമാവും. അത് ദൂരെയെങ്ങും അല്ല പോകുന്നത്, ഈ ചെടികളുടെ ചുവട്ടിൽ ആ ചപ്പിൻ്റെയും ചവറിൻ്റെ ഇടയ്ക്ക് ഒതുങ്ങി കിടക്കും. അത് വൈകുന്നേരം വരെ ഉറക്കമായിരിക്കും. സന്ധ്യാസമയത്ത് വീണ്ടും ഇത് ചെടികളുടെ വലിഞ്ഞു കയറി നമ്മൾ വളരെ ഓമനിച്ച് വളർത്തുന്ന, വളരെ സൂക്ഷിച്ച് വളർത്തുന്ന ചെടികളുടെ കൂമ്പെല്ലാം ഇത് തിന്ന് നശിപ്പിക്കും. ചെടികൾ മുരടിച്ചു പോകും. അപ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ട് ഈ വെജ് ഗാർഡ് എന്ന മരുന്ന് മുറയ്ക്ക് തളിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. നമ്മുടെ കേരളത്തിലെ വീട്ടുമുറ്റങ്ങളിൽ ഒരു മാവെങ്കിലും ഉണ്ടാവും, അതില്ലാത്ത മുറ്റങ്ങൾ ചുരുക്കമാണ്. അപ്പോൾ ഇതിൽ ഗ്രാഫ്റ്റ് മാവുകളൊക്കെ ഇക്കാലത്ത് സാധാരണമാണ്. നല്ല മാങ്ങകളുണ്ടാവും, പക്ഷേ പകുതിയും പുഴുവായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇത് നല്ലൊരു മാവിൻ്റെ വർഗ്ഗമാണ്. ഇതിൽ ധാരാളം മാങ്ങയുണ്ടാവും, പക്ഷേ ആ പകുതി കൂടുതലും പുഴു തിന്നു പോവുകയായിരുന്നു. പക്ഷേ എൻ്റെ ഈ മരുന്ന് കണ്ടെത്തിയ ശേഷം ഇത് 1 ലിറ്റർ വെള്ളത്തിൽ വെറും 2 തുള്ളി മതി. അപ്പോൾ മാവിൻ്റെ വലിപ്പം അനുസരിച്ച് കൂടുതൽ ഇത് മരുന്ന് വേണമെങ്കിൽ അതനുസരിച്ച് വെള്ളം ഉപയോഗിച്ച് അതിൽ മരുന്ന് ചേർക്കുക. എന്നിട്ട് താഴെ നിന്ന് തന്നെ നമുക്ക് ഇത് തളിക്കാം. ഇതുപോലെ ഒരു 15 ലിറ്ററിൻ്റെ സ്പ്രെയർ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വളരെ സഹായകരമായിരിക്കും. മാവിൻ്റെ മുകളിൽ കയറിയൊന്നും അടിക്കേണ്ട കാര്യമില്ല. ഇത് എത്തുന്ന ഹൈറ്റ് വരെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞത് തന്നെ മറ്റ് ഫലവൃക്ഷങ്ങളിലൊക്കെ ബാധകമാണ്. ഇത് എപ്പോഴാണ് ഈ മരുന്ന് അടിക്കേണ്ടത് എല്ലാം മാങ്ങ ആയിക്കഴിഞ്ഞിട്ട് ഇത് സ്പ്രേ ചെയ്തിട്ട് കാര്യമില്ല. എവിടെയാണ് ഏത് സമയത്താണ് ഈ പുഴുക്കൾ കയറുന്നത്, അത് പൂവിൻ്റെ ആ സ്റ്റേജിൽ തന്നെയാണ്. ഈച്ച വന്ന് അതിൽ മുട്ടയിടും. ആ പൂവിൻ്റെ സ്റ്റേജിൽ തന്നെ ഈ മരുന്ന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. മാവിനത് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. ഈ പുഴുക്കൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മാങ്ങകളെയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് മാങ്ങ അനുഭവിക്കണമെങ്കിൽ ഇത് സമയത്ത് തന്നെ ചെയ്തു കൊടുക്കുക. മറ്റ് ഫലവൃക്ഷങ്ങളിലാണെങ്കിലും ആ പൂ വരുന്ന സ്റ്റേജിലൊരു സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഗുണകരം ഉണ്ടാവും. റംബുട്ടാൻ കർഷകരോട് എൻ്റെ അനുഭവം പങ്കുവെക്കാനുണ്ട്. അപ്പോൾ എനിക്കും ഇവിടെ 10-15 റംബുട്ടാൻ മരങ്ങളുണ്ട്.
അതൊക്കെ നല്ലതായിട്ട് കായ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കായ് വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ വലയിടും. ഇടാതെ നോക്കിയാൽ ആ പകുതി മുക്കാലും അണ്ണാനും വാവലും എല്ലാം കൊണ്ടുപോകും. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് കർഷകർ സാധാരണ ചെയ്യുന്നത് വലയിടുക. വലിയ ചിലവിൽ മുളയും കമ്പും എല്ലാം കുത്തി നാട്ടി വല മേളിലിട്ട് അതൊരു വലിയൊരു പ്രയത്നം തന്നെയാണ്. അപ്പോൾ അതിനെല്ലാം സിമ്പിളായിട്ട് എൻ്റെ മരുന്ന് ഒന്ന് തളിച്ചു കൊടുക്കുക, എത്തുന്ന ഉയരം വരെ തളിക്കുക. പിന്നെ ചുവട്ടിൽ മരത്തിൻ്റെ വണ്ണം അനുസരിച്ചിട്ട് 1 2 3 4 ലിറ്റർ ഒഴിച്ചും കൊടുക്കുക. അപ്പോൾ ഓരോ ലിറ്റർ വെള്ളത്തിൽ ml കണക്കൊന്നും വേണ്ട, വെറും 1 ലിറ്റർ വെള്ളത്തിൽ 2 തുള്ളി വീതം ചേർത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ ആക്രമിക്കുന്ന അണ്ണാന്, വാവല്, മറ്റ് കിളികൾ അവർക്കൊന്നും ഇത് ഭക്ഷിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഇത് പച്ചയാണ്. പച്ചകളിലും ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ രോഗങ്ങൾ കാണുക പതിവുണ്ട്. അപ്പോൾ ഇത് പഴുക്കുമ്പോഴാണ് ഇതിലേക്ക് കിളികളൊക്കെ ആകർഷിക്കപ്പെടുന്നത്. ആ സമയത്ത് ഇത് വന്ന് നോക്കും. ഞാൻ കാണേണ്ട കാഴ്ചയാണ്. തത്തകളൊക്കെ വന്നിരിക്കും, വന്നൊന്ന് കൊത്തി നോക്കും ഈ പഴുത്ത റംബുട്ടാനയിൽ. പക്ഷേ അവർക്ക് തിന്നാൻ പറ്റില്ല. എന്നാൽ ഇത് വിഷവുമല്ല, ഞാൻ നിങ്ങളെ കുടിച്ച് കാണിച്ചല്ലോ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വിഷമല്ല. പക്ഷേ കിളികളെയെല്ലാം നമുക്കത് മാറ്റിത്തരും. ഇതിൻ്റെ ആദായം ഫുള്ളായിട്ട് കിട്ടുകയും ചെയ്യും. ഈ ജാതിയുടെ കൊമ്പുകളൊക്കെ നല്ലതായിട്ട് നേരെ നിന്ന കൊമ്പുകളാണ്. അപ്പോൾ ഈ ജാതി നല്ലപോലെ കായ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ മരുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത്രയും കായ്ക്കും. പക്ഷേ പല സ്ഥലങ്ങളിലും അത് പകുതിയും രോഗങ്ങളൊക്കെ വന്ന് പോകാറുണ്ട്. ഈ സസ്യസൗഖ്യം എന്ന മരുന്ന് 2 തുള്ളി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തളിച്ചാൽ മതി. ചുവട്ടിൽ മരത്തിൻ്റെ വണ്ണം അനുസരിച്ച് 1 2 ലിറ്റർ ചേർത്ത് ഒഴിക്കുക. എന്നാൽ നമുക്ക് ഇതുപോലെ തന്നെ ഇത് നേരെ നിന്ന കൊമ്പുകൾ ഇതിൻ്റെ ഭാരം കൊണ്ട് താന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാ കൊമ്പുകളിലും ഇതുപോലെ തന്നെ കായ്ച്ച് നിൽപ്പുണ്ട്. ഇത് എൻ്റെ സ്ഥലത്ത് നിൽക്കുന്ന ഒരു കുഞ്ഞ് ജാതിയാണ്. അപ്പോൾ ഇത് 6-ാം വർഷം മുതൽ കായ്കളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ ഇത് നല്ലതായിട്ട് ഇപ്പോൾ കായ്ച്ചിട്ടുണ്ട്. ഈ കൊമ്പുകളൊക്കെ നേരെ നിന്ന കൊമ്പുകളാണ്. ഇത്രയും കായകളുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഭാരം കൊണ്ട് ഇത് താന്നു വന്ന കൊമ്പുകളാണ് കേട്ടോ. സസ്യസൗഖ്യം എന്ന മരുന്നാണ് നമുക്ക് ഇത് ജാതിക്കൊക്കെ ചെയ്യുന്നത്. ഇതിന് ഒരു കുപ്പിക്ക് 130 രൂപയേ ഉള്ളൂ. 130 രൂപയ്ക്ക് ഇതിനകത്ത് 15 ml ഉണ്ടാവും. ഈ ml-നകത്ത് 300 തുള്ളി കാണും. 300 തുള്ളി എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. ഇത് നമുക്ക് 150 ലിറ്റർ മരുന്ന് ഉണ്ടാക്കാൻ സാധിക്കും. 150 ലിറ്റർ മരുന്ന് എത്രയോ ജാതികൾക്കും തെങ്ങുകൾക്കും ഫലവൃക്ഷങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ജാതിക്ക് നന ആവശ്യമാണല്ലോ. അപ്പോൾ അതിന് പല സ്ഥലങ്ങളിലും വെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ടാവും. അപ്പോൾ അതിനെ നമുക്ക് ഒരു പരിധിവരെ പരിഹരിക്കാമെന്നുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് തണുപ്പും ആ നനവും നിലനിർത്താനായിട്ട് തോട്ടത്തിൽ തെങ്ങുണ്ടെങ്കിൽ അതിൻ്റെ ചകിരി കാണും, അല്ലെങ്കിൽ ചകിരി എവിടെന്നെങ്കിലും ശേഖരിച്ചിട്ട് ജാതികൾക്ക് ചുറ്റും വെച്ചു കൊടുക്കുക. പല വർഷങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇട്ട തൊണ്ടൊക്കെ അഴുകി വളമായിട്ടുണ്ട്. ആ മണ്ണിൽ എത്രയും ചകിരി ചെല്ലുന്നോളം അതിനകത്ത് പൊട്ടാഷ് ഉണ്ടാവും. വെള്ളത്തെ വലിച്ചു നിർത്തി എപ്പോഴും ജാതി മരത്തിന് ഈർപ്പം കൊടുക്കാൻ സാധിക്കും. ജാതിക്ക് മാത്രമല്ല, എല്ലാത്തിനും ബാധകമാണ്. തെങ്ങിനാണെങ്കിലും കവുങ്ങിനാണെങ്കിലും നമുക്ക് ഉപകാരപ്പെടുന്ന എല്ലാ ഫലവൃക്ഷങ്ങൾക്കും ഇത് ഉപകരിക്കും. ഒരു 20 വർഷമായിട്ട് ഞാനിവിടെ ജാതി കൃഷി ചെയ്യുന്നുണ്ട്. പല വർഗം ജാതികളുണ്ട്. പ്രധാനമായിട്ടും കലനോട്ട് ജാതി അങ്ങനെയൊക്കെയുള്ള 1-2 വർഗ്ഗമാണ് ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത്. കായിലൊന്നും കുറവില്ല. ഞാൻ രാസവളങ്ങളൊന്നും ചെയ്യുന്നില്ല. എല്ലാ വർഷവും ഒരു 5 കൊട്ട ചാണകം വീതം ഇടും 2 സമയങ്ങളായിട്ട്. പിന്നെ അതുകൂടാതെ ഈ ചകിരിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുതന്നെയാണ് എൻ്റെ വളപ്രയോഗം. പിന്നെ എനിക്കൊരു 200 പെൺജാതിയുണ്ട്. അപ്പോൾ അതിനുള്ള കുറേ ആൺജാതികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ബക്കറ്റിനകത്ത് 5 ലിറ്റർ വെള്ളമുണ്ട്. ഈ 5 ലിറ്റർ വെള്ളത്തിനകത്ത് നമ്മൾ 10 തുള്ളി സസ്യസൗഖ്യം ഒഴിക്കണം. 1 ലിറ്റർ വെള്ളത്തിന് 2 തുള്ളി അതിൻ്റെ കണക്ക്. ഇനി അഥവാ 1 1 2 തുള്ളി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ചിലർക്ക് സംശയമുണ്ട്, ഈ വെള്ളം എവിടെ നിന്നാണ് എടുക്കേണ്ടത്? കിണറ്റിൽ നിന്നാണോ, പുഴയിൽ നിന്നാണോ, ചോലയിൽ നിന്നാണോ എടുക്കേണ്ടത്? അപ്പോൾ അതിനകത്ത് പ്രധാന കാരണം മലിനജലം ഇതിന് ഉപയോഗിക്കരുത്. 1 ലിറ്റർ വെള്ളത്തിൽ 2 തുള്ളിയാണ് ചേർക്കേണ്ട കണക്ക്. അപ്പോൾ ഇത് 1 ലിറ്ററിൻ്റെ ഒരു കപ്പാണ്. അപ്പോൾ നമുക്ക് തെങ്ങാവുമ്പോൾ 2 ലിറ്റർ വേണം. അപ്പോൾ ഇതിൻ്റെ 2 കപ്പാണ് ഒഴിക്കേണ്ടത്. ഇതിൻ്റെ ഒരു പ്രധാന മെച്ചം എന്താണെന്ന് വെച്ചാൽ, തെങ്ങിൻ്റെ മണ്ടയിലോ ഒന്നും കയറേണ്ട കാര്യമില്ല. ഇത് നമ്മൾ പ്രയോഗിക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് 1 ലിറ്ററിൻ്റെ കപ്പാണ്. 1 ലിറ്റർ വെള്ളം എടുത്തു, മരുന്ന് ചേർത്തതാണ്. അത് ചുറ്റും തടിയോട് ചേർത്ത് ഒഴിക്കുക.
2 മാസത്തിലൊരിക്കൽ ചെയ്യുക. ചുറ്റുമൊഴിക്കണം. തെങ്ങ് കൃഷിയെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ഈ വണ്ടുകൾ, ചെല്ലി, പിന്നെ ചെറിയ കീടങ്ങൾ. തേങ്ങയിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചെറിയ കുത്തായിട്ട് വരുന്നത് മണ്ടിരിയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. കരുവാരകുണ്ട്, ഈ മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് എന്ന പ്രദേശം കവുങ്ങ് കൃഷിക്ക് വളരെ പ്രസിദ്ധി ആർജിച്ച സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ധാരാളം കവുങ്ങ് കൃഷിയുണ്ട്. കവുങ്ങ് കർഷകർക്ക് അറിയാവുന്ന ഒരു രോഗത്തിൻ്റെ പേരാണല്ലോ മാഹാളി. മാഹാളി എല്ലായിടത്തും ബാധിക്കും, കവുങ്ങുകൾക്ക് ബാധിക്കും. പക്ഷേ ഇവിടെ കരുവാരകുണ്ടിൽ കൂടുതൽ മഴ കാരണം ഇവിടെ അധികമായിട്ടാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ അതിന് തക്കതായ പ്രതിവിധി എന്ന് പറയുന്നത് വളരെ ചിലവേറിയ തുരിശും കുമ്മായം ഒക്കെ ചേർത്ത് ആളെ കയറ്റി അടിക്കുകയാണ്. അതിന് പകരം ഈ മരുന്ന്, ഈ സസ്യസൗഖ്യം എന്ന മരുന്ന് 1 ലിറ്റർ വെള്ളത്തിൽ 2 തുള്ളി വീതം ചേർത്തിട്ട് ചുവട്ടിലൊഴിച്ചാൽ മതി. തുരിശും കുമ്മായവും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുന്നത് നല്ലതാണ്. അത് തുടരുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതുകൂടെ ചെയ്യുകയാണെങ്കിൽ പലരും അത് അതിൻ്റെ ആ ബുദ്ധിമുട്ടും ചിലവും കാരണം ഒഴിവാക്കാറുന്ന കർഷകരുമുണ്ട്. അവരെങ്കിലും എൻ്റെ ഈ മരുന്ന് സസ്യസൗഖ്യ ഒരു വർഷത്തിൽ ആ മഴക്കാലത്ത് ഒരു 3 പ്രാവശ്യം 3 മാസങ്ങളിലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ രോഗം നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. ഈ സസ്യസൗഖ്യ മഴക്കാലത്ത് ഒഴിക്കുന്നതിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു. ഇനി അത് എങ്ങനെയാണ് ഒഴിക്കുന്നതെന്ന് പറയാം. 1 ലിറ്റർ വെള്ളത്തിൽ 2 തുള്ളി മതി. അപ്പോൾ ഇത് മരുന്ന് ചേർത്ത വെള്ളമാണ്. അപ്പോൾ വെറും 1 ലിറ്റർ വെള്ളം ഇതിന് ചുറ്റും തടിയോട് ചേർത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ മഴക്കാലത്ത് ഈ മാകാളി പിടിക്കുന്ന ആ സീസണിൽ ജൂൺ തുടക്കത്തിലും പിന്നെ ജൂലൈ തുടക്കത്തിലും അത് 2 പ്രാവശ്യം നിർബന്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഓഗസ്റ്റിൽ ചില വർഷങ്ങൾ തുടർന്നിങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് 1 പ്രാവശ്യം കൂടി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആദായം ഒട്ടും നശിക്കാതെ തന്നെ നമ്മുടെ കയ്യിലെത്തും. പലരും പറയും ഈ ജൈവകൃഷിയിൽ നമ്മുടെ കൃഷി സ്ഥലത്ത് പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്ന്. അപ്പോൾ അത് കൃഷിയിൽ ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ച് വേണം. അത് നമ്മൾ പ്ലാസ്റ്റിക് നമ്മുടെ കൃഷി സ്ഥലത്തെല്ലാം ഉപേക്ഷിക്കരുത്. അത് ദോഷം ചെയ്യും. അത് വേണ്ട വിധം ഉപയോഗിച്ച ശേഷം അത് കൃഷി സ്ഥലത്ത് നിന്ന് മാറ്റിക്കളയണം. അപ്പോൾ ഞാനിവിടെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് വളരെ നേരിയ ഘനത്തിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റാണ്. വളരെ നേരിയ ഘനം. സാധാരണ ഇവിടെ കടകളിൽ കിട്ടുന്ന പ്ലാസ്റ്റിക് അല്ല. 10-400 മീറ്റർ നീളമുള്ള റോളായിട്ടാണ് കിട്ടുന്നത്. അത് ഒരു 4 അടി സമചതുരത്തിൽ മുറിച്ചെടുത്തിട്ട് ഓരോ കവുങ്ങിന് ചുറ്റും ഇങ്ങനെ വിരിച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രയോജനം എന്താ വെച്ചാൽ ഒരു നല്ല പുതയിടാനുള്ള എളുപ്പമാണ്. അപ്പോൾ ഈ അടിയിൽ നിന്ന് പൊങ്ങി വരുന്ന ഈ വെള്ളം, ഈർപ്പം അത് എവിടെ അന്തരീക്ഷത്തിലേക്ക് നഷ്ടപ്പെടില്ല. അത് അവിടെ തന്നെ അത് നിർത്തി സസ്യത്തിൻ്റെ ഇപ്പോൾ ഇവിടെ കമുകാണ് ഉപയോഗിക്കുന്നത്. കമുകിൻ്റെ വേരുകൾക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കും. രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മളൊരു പ്ലാസ്റ്റിക് കഷ്ണം നമ്മുടെ മുറ്റത്തിടുക. പിറ്റേ ദിവസം രാവിലെ അത് പൊക്കി നോക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ ഈ വെള്ളത്തിൻ്റെ കണങ്ങൾ കാണാം, തുള്ളികൾ കാണാം. അപ്പോൾ അത് നമ്മുടെ ഇതിനൊരു തെളിവാണ്. ഈ പ്ലാസ്റ്റിക് ഇതിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ അടിയിൽ നിന്ന് വരുന്ന വെള്ളം എവിടെ നഷ്ടപ്പെടാതെ ഈ നമ്മുടെ കൃഷിക്ക് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ചിലവ് അധികം ഒന്നും ഉണ്ടാകുന്നുമില്ല. മരച്ചീനി അല്ലെങ്കിൽ കപ്പ കൃഷി ചെയ്യുന്ന കർഷകർക്ക് വരുന്ന ഒരു പ്രധാന പ്രശ്നം ഈ കപ്പയുടെ ഇല ചുരുളിച്ച് വന്നാൽ അതിന് പ്രത്യേക മരുന്നോ ചികിത്സയോ ഒന്നും പൊതുവെ ഇല്ല. അപ്പോൾ എൻ്റെ ഈ മരുന്ന് സസ്യസൗഖ്യ 2 തുള്ളി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തളിച്ചാൽ ആ പ്രശ്നം അപ്പോൾ അവിടെ കഴിയും. ഞാനൊരു കുരുമുളക് കർഷകനും കൂടാണ്. മിക്കവാറും എല്ലായിടത്തും തെങ്ങും കവുങ്ങും ഒക്കെ ആയതുകൊണ്ട് കുരുമുളക് മാത്രമായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിപ്പോൾ ഒരു തണലിലാണ് നിൽക്കുന്നത്. കുരുമുളകിന് നമുക്കറിയാമല്ലോ നല്ലപോലെ കാറ്റും വെളിച്ചവും വേണം. പക്ഷേ രണ്ടും നിൽക്കുന്നിടത്ത് കുറവാണ്. എന്നിട്ടും ഇത്രയും തിരികൾ ഏകദേശം ഇലയുടെ നമ്പർ അനുസരിച്ച് അത്രയും തന്നെ തിരികൾ ഇതിനുണ്ടായിട്ടുണ്ട്. ഇതിനും ഞാൻ പ്രത്യേകിച്ച് യാതൊരു രാസവളവും ചെയ്യുന്നില്ല. പ്രധാന കാരണം സസ്യസൗഖ്യം എന്ന മരുന്നാണ്. രോഗങ്ങളൊന്നുമില്ല. രോഗങ്ങളൊന്നുമായാൽ നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അതെല്ലാം പൊഴിഞ്ഞു പോകും. കൂടാതെ പൊള്ളുകൊണ്ടെന്ന് പറഞ്ഞൊരു കൊതുകിനെ പോലെ ഒരു ജീവിയുണ്ട്. അത് വന്ന് ഈ ഓരോ മണിയും കുത്തി നീര് വലിച്ചൂറ്റി കുടിച്ച് അത് പൊള്ളയാക്കും. അപ്പോൾ ആ പൊള്ളയാക്കുന്നതിനെയാണ് പൊള്ളുകൊണ്ടെന്ന് പറയുന്നത്. പൊള്ളയാക്കുന്ന വണ്ടിനെയാണ് പൊള്ളുകൊണ്ടെന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് നല്ലപോലെ നിയന്ത്രിക്കാൻ സാധിക്കും. സസ്യസൗഖ്യ വെറും 1 ലിറ്റർ വെള്ളത്തിൽ 2 തുള്ളി
വീതം ചേർത്ത് തളിച്ചു കൊടുക്കുക. ചുവട്ടിൽ 1/2 ലിറ്റർ 1 ലിറ്റർ ആ വള്ളിയുടെ വലിപ്പം അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ മരുന്ന് ആവശ്യമുള്ളവർ ഞങ്ങളുടെ നമ്പറിലേക്ക് ഫോൺ വിളിക്കുകയാണെങ്കിൽ അവിടെ സ്റ്റാഫ് ഇരിപ്പുണ്ട്. അവർ നിങ്ങളുടെ ഓർഡർ എടുത്ത് അതിൻ്റെ നിങ്ങൾക്ക് ആവശ്യമായ മരുന്നുകൾ സുരക്ഷിതമായിട്ട് പാക്ക് ചെയ്ത് പൊട്ടാത്ത വിധത്തിൽ കുപ്പികളാണ്, അത് പൊട്ടാത്ത വിധത്തിൽ ബബിൾ റാപ്പറിലൊക്കെ ചുറ്റി DTDCയിൽ കൊറിയർ വഴി നിങ്ങളുടെ പക്കൽ എത്തിക്കുന്നതാണ്. കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്ന കർഷകർക്ക് ഇങ്ങനെ ഒരു ചെറിയ കുപ്പികളിലൂടെ തരുന്നതാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ 100 ലിറ്റർ മരുന്ന് ഉണ്ടാക്കണമെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 2 തുള്ളി മതി. പക്ഷേ 100 ലിറ്റർ മരുന്ന് ഉണ്ടാക്കണമെങ്കിൽ ഈ 200 തുള്ളി കുത്തിയിരുന്ന് എണ്ണണമല്ലോ, അതിൻ്റെ ആവശ്യമില്ല. അതിന് ഈ ഒരു ചെറിയ കുപ്പിക്കകത്ത് നിറച്ചൊഴിച്ചാൽ 200 തുള്ളിയായി. 2-3 തുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും, അത് നമ്മൾ കണക്കാക്കണ്ട. അത് ഇച്ചിരി ഒന്നും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇത് 100 ലിറ്ററൊക്കെ ചേർത്ത് 100 ലിറ്റർ മരുന്നായി. അത് കവുങ്ങിനാണെങ്കിൽ ഓരോ ലിറ്റർ വീതം, തെങ്ങിനാണെങ്കിൽ 2 ലിറ്റർ വീതം ഒഴിച്ചു കൊടുത്ത സംരക്ഷണമായി. എൻ്റെ കൃഷി രീതികളെല്ലാം കാണാൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് ഇവിടെ വരാം. പിന്നെ സംശയങ്ങൾ നേരിട്ട് തീർക്കാം. പിന്നെ ഇവിടെ വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്ന് താമസിക്കാം. അതിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഗ്രാമീണ കൃഷി സ്ഥലത്ത് ഒരു തൊഴുത്തും അതിൽ പശുക്കളും ഒക്കെ ഒരു സാധാരണ കാഴ്ചയാണ്. അപ്പോൾ ഇവിടെയും എനിക്ക് ഒരു പശു ഇപ്പോൾ ഒരു പശുവേ ഉള്ളൂ. നേരത്തെ കൂടുതൽ പശുക്കളുണ്ടായിരുന്നു. ഇവിടെ വരുന്ന ഗസ്റ്റിന് മായം ചേർക്കാത്ത ശുദ്ധമായ തേൻ കിട്ടും. കൂടാതെ ഫ്രൂട്ട്സും മരങ്ങളിൽ നിന്ന് തന്നെ ഫ്രഷായിട്ട് തന്നെ കിട്ടും. പുറകിൽ കാണുന്ന വീട് പണിതിട്ട് 35 വർഷങ്ങൾ കഴിഞ്ഞു. ഇത് ലാറി ബേക്കർ സ്റ്റൈലിലാണ് പണിഞ്ഞിരിക്കുന്നത്. അത് ചിലവ് കുറഞ്ഞ ഒരു രീതിയിലാണ് ലാറി ബേക്കറിൻ്റെ ഡിസൈൻ. ഒരു 35 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഇവിടെ ഉണ്ട്. നേരിട്ട് കൃഷിയിൽ ഇടപെട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പോൾ അത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഈ കൃഷിയെ നേരിട്ട് അറിയാനും രുചിച്ചറിയാനും താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് താമസിക്കാനായിട്ടുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വന്ന് കണ്ട് അനുഭവിക്കാം.